നമസ്കാരം. ബാലി വളരെ ചെറിയൊരു രാജ്യമാണ്. നമ്മുടെ കേരളത്തിൻ്റെ അത്രയും തന്നെ വലിപ്പമെങ്കിലും ആ പ്രദേശത്തിനുണ്ടോ, ആ രാജ്യത്തിനുണ്ടോ എന്നുള്ളത് സംശയമാണ്. എന്നാൽ ഹിന്ദുമതം വളരെ പ്രചാരത്തിലുള്ളൊരു രാജ്യവുമാണ്. ആ രാജ്യത്ത് ഈ കഴിഞ്ഞ മാർച്ചിലൊരു സംഭവം നടന്നു. ഇപ്പോഴാണ് അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറം ലോകം അറിഞ്ഞു തുടങ്ങിയത്. വലിയ പ്രചാരം നേടി അറിഞ്ഞു തുടങ്ങിയത്. എന്നാൽ ആ വിഷയം മലയാള മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്ത് കണ്ടില്ല. അല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിൽ, മുഖ്യധാര എന്ന് വിളിക്കപ്പെടുന്ന ദൃശ്യമാധ്യമങ്ങളിൽ, സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന റീലുകളും ഒക്കെ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. പക്ഷേ ഈ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെട്ട് കണ്ടില്ല. അതിൻ്റെ പ്രധാന കാരണം അടിസ്ഥാനപരമായിട്ട് ഭാരതത്തിൽ പോലും സ്വീകരിക്കപ്പെടാത്തൊരു നിയമ നടപടി ബാലിയിലുണ്ടായി. അത് ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. സംഗതി മറ്റൊന്നുമല്ല. മാർച്ച് മാസത്തിൽ സ്വിറ്റ്സർലാൻഡുകാരനായ ലൂസിയൻ ആൻഡ്രിൻ സഗ്രഗൻ ZGRAGGEN സഗ്രഗാൻ എന്നാണെന്ന് തോന്നുന്നു അതിൻ്റെ പ്രൊനൗൺസിയേഷൻ. ലൂസിയൻ ആൻഡ്രിൻ സഗ്രഗൻ, ലൂസിയൻ എന്ന് വിളിക്കാം. അദ്ദേഹം ബാലി സന്ദർശിക്കുവാനായി, വിനോദസഞ്ചാരത്തിനായി ബാലിയിലെത്തി. അപ്പോൾ ബാലിയിൽ നയപ്പി NYEPI എന്ന ഒരു ഉത്സവമുണ്ട്. നയപ്പി എന്ന് വിളിക്കുന്ന ഒരു ഉത്സവമുണ്ട്. അത് നിശബ്ദതയുടെ ആഘോഷമെന്നാണ് ആ ഉത്സവത്തിന് പേര്. ഹിന്ദുമതാചാര പ്രകാരമുള്ളതാണ്. ആ ദിവസങ്ങളിൽ ബാലിയിലുള്ളവർ വീടുകളിൽ നിന്നോ അവരുടെ സ്ഥാപനങ്ങളിൽ നിന്നോ പുറത്തിറങ്ങാറില്ല. പരമാവധി നിശബ്ദത പാലിക്കുക. ബാലി മുഴുവൻ നിശബ്ദമായിരിക്കും. അത് വളരെ കർശനമായി തന്നെ അവിടെ നടപ്പാക്കപ്പെടേണ്ട ഒരു ആചാരമാണ്, അനുഷ്ഠാനമാണ്, നിയമമാണ്. ഈ ഉത്സവത്തെ പരിഹസിക്കുവാനായിട്ട് ആ ഉത്സവത്തിൻ്റെ അവസരം ഈ ലൂസിയൻ ഉപയോഗിച്ചു എന്നുള്ളതാണ് അദ്ദേഹം ചെയ്ത കുറ്റകൃത്യം. അദ്ദേഹം താമസിച്ചിരുന്ന റിസോർട്ടിലെ ജീവനക്കാർ വിലക്കിയിട്ട് പോലും അതെല്ലാം അവഗണിച്ച് രാത്രി ബീച്ചിൽ നടക്കാനിറങ്ങുന്നതിനിടയിൽ സ്വന്തം വീഡിയോ ചിത്രീകരിച്ച് ഈ ആചാരം എന്ത് ഭ്രാന്താണ്, ഇവർക്കൊക്കെ ഭ്രാന്താണെന്ന് പറയുകയും അസഭ്യം പറയുകയും ആ ആചാരത്തെക്കുറിച്ചും ആ ഉത്സവത്തെക്കുറിച്ചും ആഘോഷത്തെക്കുറിച്ചും അല്ലെങ്കിൽ ആചാരത്തെക്കുറിച്ച് തന്നെ. നിശബ്ദത ഒരിക്കലും ആഘോഷമായിട്ടല്ല, വളരെ ഒരു ആത്മപരിശോധനാപരമായിട്ടുള്ളൊരു ആചാരമായിട്ടാണ് അവർ ആഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നയിപ്പിയെ ഭ്രാന്തമായൊരു ആചാരമെന്ന് വിശേഷിപ്പിക്കുകയും ഒരുപാട് അസഭ്യം പറയുകയും ചെയ്തു ഈ ലൂസിയൻ. അവിടെ കൊണ്ട് നിർത്താതെ തൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഈ വീഡിയോകൾ അദ്ദേഹം പ്രചരിപ്പിക്കുകയും ചെയ്തു. അതേ തുടർന്ന് അദ്ദേഹം അറസ്റ്റിലായെന്ന് മാത്രമല്ല, ഡെൻപാസർ എന്ന പ്രദേശത്തെ ജില്ലയിലെ ജില്ലാ കോടതി അദ്ദേഹത്തെ 1 വർഷം തടവിന് ശിക്ഷിച്ചിരിക്കുകയാണ്. 5 മാസങ്ങൾ അദ്ദേഹം ഈ വിചാരണയ്ക്കായി ജയിലിൽ ചിലവഴിച്ചതുകൊണ്ട് അത് തടവ് ശിക്ഷയിൽ നിന്ന് കുറയ്ക്കും. പ്രോസിക്യൂഷൻ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ചോദിച്ചത്, അതായത് ഇദ്ദേഹത്തെ 1 വർഷവും 3 മാസങ്ങളും തടവിലിടണമെന്നാണ്. അതാണ് ഏറ്റവും കൂടിയ ശിക്ഷ ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക്. എന്നാൽ കോടതി ഒരൽപ്പം ദയ കാണിച്ച് 1 വർഷത്തെ കഠിന തടവിന് തന്നെ ഈ ലൂസിയനെ നൽകിയിരിക്കുകയാണ്, കഠിന തടവിന് വിധിച്ചിരിക്കുകയാണ്. ലൂസിയൻ്റെ പക്ഷമെന്ന് പറയുന്ന അദ്ദേഹം മാപ്പ് പറയുകയും കരഞ്ഞപേക്ഷിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും ന്യായാധിപൻ കനിഞ്ഞില്ല, തടവ് ശിക്ഷ വിധിച്ചു അദ്ദേഹത്തിന്. ലൂസിയൻ്റെ ഭാഗം, ലൂസിയൻ അദ്ദേഹത്തിൻ്റെ തെറ്റ് മനസ്സിലായി, തനിക്ക് സംഭവിച്ച തെറ്റെന്താണെന്ന് മനസ്സിലായി എന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇപ്പോൾ വരുന്നത് താൻ എന്തായാലും ഈ വിധിക്ക് അപ്പീൽ പോകുന്നില്ല, ശിക്ഷ അനുഭവിക്കുവാൻ തന്നെ തീരുമാനിച്ചു. സ്വിറ്റ്സർലാൻഡുകാരന് ചിലപ്പോഴൊക്കെ പറയും, ചില എറ്റിക്വറ്റ്സിൽ, ചില മര്യാദകളുടെ കാര്യത്തിൽ സായിപ്പ് തന്നെയാണെന്ന്. ഇപ്പോൾ സായിപ്പന്മാരുടെ ഇടയിലും കൂടുതൽ വൃത്തികെട്ടവന്മാരാണ്. പ്രത്യേകിച്ച് ലണ്ടൻ പോലുള്ള സ്ഥലങ്ങളിൽ ഈ അധിനിവേശമൊക്കെ കൂടി വന്ന ഈ അനധികൃത കുടിയേറ്റമൊക്കെ കൂടി വന്നതോടുകൂടി സായിപ്പന്മാരിലും നല്ല വൃത്തികെട്ടവന്മാരുണ്ട്. പക്ഷേ ചിലരെങ്കിലും ഈ ഒരു ജനുസ് ഗുണം കാണിക്കും. അതുതന്നെയാണ് ഈ ലൂസിയൻ കാണിച്ചത്. അദ്ദേഹത്തിനൊരു തെറ്റ് സംഭവിച്ചു. ആ തെറ്റ് തിരിച്ചറിഞ്ഞ് അതിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങാൻ അദ്ദേഹം തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ നമ്മൾ അസഭ്യം പറയുന്നതിൽ കാര്യമില്ല. ഈ വിഷയം ഇപ്പോൾ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ഇന്ന് തന്നെ നമ്മളൊരു പരസ്യങ്ങളിലൂടെയും സണ്ണി കബിക്കാടും ഒക്കെ ഹിന്ദു മതാചാരങ്ങളെ നിന്ദിക്കുന്നതും അപമാനിക്കുന്നതുമെല്ലാം സംബന്ധിച്ച് 1 or 2 വീഡിയോകൾ ചെയ്തിരുന്നു. കാരണം ഇതിങ്ങനെ കാണ്ഡമായി കിടക്കുകയല്ലേ കാര്യങ്ങൾ. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഭാരതത്തിലെ നിയമവ്യവസ്ഥകൾ ഒന്ന് പുതുക്കിപ്പണിയേണ്ട സമയമായോ ഇല്ലയോ എന്നത് പ്രേക്ഷകരുമായി ഒന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചർച്ച എന്ന് പറയുന്നത് നിങ്ങളുടെ കമൻറ്റുകളിലൂടെ, അഭിപ്രായങ്ങളിലൂടെ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ. അല്ലാതെ ഞാൻ വെറുതെ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിലിരുന്ന് സംസാരിച്ചതുകൊണ്ടും നിങ്ങളതിന് പ്രതികരിക്കാതെ ശരിയാണ് എന്ന് മാത്രം പറഞ്ഞതുകൊണ്ടും അത് ചർച്ചകൾ മുന്നോട്ട് പോകില്ല. ഇതിന് യോജിപ്പും വിയോജിപ്പും അറിയിക്കണം. കാരണം ഇത്തരത്തിലൊരു നിയമം നമ്മുടെ നാട്ടിൽ വേണമോ?
ഏതെങ്കിലും ഒരു മതാചാരത്തെ അപമാനിച്ചാൽ അതിന് കഠിനമായ ശിക്ഷ നൽകണമോ? അതിനൊരു പ്രശ്നവും കൂടിയുണ്ട്. അതും കൂടി ഞാൻ പറയാം എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു വീക്ഷണത്തിൽ. അങ്ങനെ ഒരു മതം ഇപ്പോൾ ഈ മതനിന്ദാ നിയമം ഇപ്പോൾ നാട്ടിലുണ്ട്. അത് പക്ഷേ ഒരു ഡ്രാക്കോണിയൻ നിയമമെന്ന് വേണമെങ്കിൽ പറയാം. മഹാശയ നമ്മുടെ രംഗീല റസൂൽ എന്ന പുസ്തകത്തിൻ്റെ പ്രസിദ്ധീകരിച്ച പ്രസിൻ്റെ ഉടമയായ മഹാശയ രാജ്പാലിനെ കൊന്ന ഒരു ജിഹാദിയെ തൂക്കിക്കൊല്ലുവാൻ വേണ്ടി ബ്രിട്ടീഷുകാരുണ്ടാക്കിയൊരു നിയമമാണത്. പക്ഷേ ഇന്നത്തെ കാലത്ത് അത് പ്രയോഗിച്ചാൽ അടിസ്ഥാനപരമായിട്ട് പെടുന്നത് ഹിന്ദുക്കൾ മാത്രമായിരിക്കും. കാരണം ഹിന്ദുക്കൾ ഏതെങ്കിലും തരത്തിലൊരു അബദ്ധത്തിൽ ജിഹാദിസ്റ്റുകളെ അപമാനിച്ചാൽ അല്ലെങ്കിൽ അസഭ്യം പറഞ്ഞാൽ അവർക്കെതിരെ കേസ് വരും. ജിഹാദികൾ ഇത് ചെയ്താൽ ആരും അവർക്കെതിരെ കേസ് കൊടുക്കാൻ മെനക്കെടുകയുമില്ല. കാരണം ഹിന്ദുക്കളുടെ ഒരു ലെയ്ഡ് ബാക്ക് ആറ്റിറ്റ്യൂഡുണ്ട്. ചാരി കസേരയിൽ കിടന്ന് എന്തെങ്കിലുമൊക്കെ നടന്നു പോട്ടെന്നേ, നമുക്കെന്താ, നമ്മുടെ മതത്തിനെ അപമാനിക്കാൻ അത് നാം പ്രതികരിക്കേണ്ട കാര്യമില്ല, അവരുടെ സംസ്കാരം അവർ കാണിക്കുന്നു എന്നുള്ള രീതിയിൽ കടന്നു പോകും. അത് വലിയൊരു അപകടമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മതനിന്ദാ നിയമത്തെ ഒരു ഡ്രാക്കോണിയൻ നിയമമെന്ന് പറയുന്നത്. ഇനി അഭിപ്രായ സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ട് കൊടുത്താൽ, അമേരിക്കയിലെ ഫസ്റ്റ് അമെൻമെൻറ്റ് പോലുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം കൂടുതലായിട്ട് കൊടുത്താലോ ഭരണഘടന വഴി, എൻ്റെ അഭിപ്രായത്തിൽ അതും ഹിന്ദുക്കൾക്ക് ദോഷകരമായിട്ട് ഭവിക്കും. കാരണം ഹിന്ദുക്കൾ സാംസ്കാരികമായിട്ടും പൈതൃകപരമായിട്ടും അന്യമതങ്ങളെ അപമാനിച്ച് ശീലിച്ചിട്ടില്ല. സെമിറ്റിക് മതങ്ങളാകട്ടെ അന്യമതങ്ങളെ അപമാനിച്ച് മാത്രമേ ശീലിച്ചിട്ടുള്ളൂ. പ്രത്യേകിച്ച് ഇസ്ലാം മതം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓണാഘോഷങ്ങളെ സംബന്ധിച്ചുള്ള നിരവധി വാർത്തകളും വീഡിയോകളും തത്വമയി ന്യൂസ് തന്നെ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചതാണ്. വിഷം വമിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളും പ്രവർത്തികളും. അത്തപ്പൂക്കളം കാലുകൊണ്ട് അലമ്പുന്ന ഒരു പെൺകുട്ടിയുടെ വീഡിയോ ഒരു ഉദാഹരണം. അലങ്കോലമാക്കിയിട്ട് വളരെ വെറുപ്പോടുകൂടി ആ മുഖത്ത് കാണാവുന്നത്ര CCTVയിൽ പതിയുന്ന ദൃശ്യത്തിൻ്റെ വ്യക്തത എത്രയുണ്ടോ ആ വ്യക്തതയിൽ പോലും ആ വെറുപ്പ്, കുട്ടിക്കാലം മുതൽ തന്നെ മനസ്സിലൂട്ടി വളർത്തിയ ആ അന്യമതങ്ങളോടുള്ള വെറുപ്പ് ദൃശ്യമാണ്. അതുകൊണ്ട് തന്നെ ദൗർഭാഗ്യകരമായൊരു സംഗതി, ഞാനും നിങ്ങളും അത്തരത്തിലുള്ള വെറുപ്പ് പഠിച്ചിട്ടില്ല. യേശുവിൻ്റെ ഒരു പടം അല്ലെങ്കിൽ ഒരു ചിത്രം നമ്മുടെ പൂജാമുറിയിൽ കൊണ്ടുവച്ചാൽ എനിക്കോ നിങ്ങൾക്കോ യാതൊരു അസ്വസ്ഥതയും തോന്നില്ല. മറിച്ച് അങ്ങനെയല്ല. ബൈബിളിൻ്റെ അകത്തൊരു കൃഷ്ണൻ്റെ ചിത്രം അവർ വയ്ക്കില്ല. മസ്ജിദിനകത്ത് രാമൻ്റെ ചിത്രം വയ്ക്കില്ല. മസ്ജിദിൻ്റെ അകത്ത് ചെന്ന് ലാ ഇലാഹ ഇൽ രാമ ഹനുമാനുൽ റസൂൽ രാമ എന്ന് പറയുവാൻ നിങ്ങൾക്ക് അനുവാദമില്ല. പക്ഷേ നോയമ്പ് മുറിക്കാൻ അമ്പലം നമ്മൾ തുറന്നു കൊടുക്കും. അത് ഇപ്പോൾ നിർത്തേണ്ട കാലമായിരിക്കുന്നു. ആയോ ഇല്ലയോ നിയമങ്ങളുടെ കാര്യത്തിലുള്ള ഒരു ചർച്ച. അതാണ് ഈ വിഷയം. ലൂസിയൻ എന്ന ആ വിനോദസഞ്ചാരിയുടെ, മാന്യനായ വിനോദസഞ്ചാരി എന്ന് ഞാൻ പറയും. കാരണം അദ്ദേഹം ആ തെറ്റ് തിരിച്ചറിഞ്ഞ് അതിൻ്റെ ശിക്ഷ സ്വീകരിച്ചതുകൊണ്ട്. ആദ്യം അദ്ദേഹം ചെയ്ത പ്രവർത്തിക്കല്ല മാന്യൻ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേരൊരിക്കൽ കൂടി ഞാൻ പറയുവാൻ ഉദ്യമിക്കുന്നത്, അല്ലെങ്കിൽ പറയുവാനുള്ള ശ്രമം നടത്തുന്നത്. ലൂസിയൻ ആൻഡ്രിൻ സഗ്രഗൻ, ZGRAGGEN അതാണ് അദ്ദേഹത്തിൻ്റെ പേര്. മാന്യനായൊരു വ്യക്തി. അദ്ദേഹം ആ ശിക്ഷ സ്വീകരിക്കുവാൻ തയ്യാറായി. ഇനി മാസങ്ങളോളമേ ഉള്ളൂ, ഏതാനും മാസങ്ങളേ ഉള്ളൂ ആ ശിക്ഷ പൂർത്തിയാക്കുവാൻ. പക്ഷേ അതുപോലുള്ള നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് വേണമോ വേണ്ടയോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റുകളിലൂടെ തീർച്ചയായും ഞങ്ങളുമായി അത് പങ്കുവയ്ക്കുക. അപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുവാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.